മക്കളെല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് തോന്നി അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ മക്കളെ കുളിച്ചതാണ്. കാരണമേ കുളിച്ചതെന്ന് പറഞ്ഞാൽ കുളിക്കത്തില്ല എന്നുള്ള അർത്ഥമായിരിക്കും. നമുക്കിവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു മക്കളെ. ഒരു ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു മരിപ്പായിരുന്നു. ആ മരിപ്പിന് പോയതുകൊണ്ട് നമ്മൾ കറിയൊന്നും വെച്ചില്ല കേട്ടോ. പെട്ടെന്നൊരു ചോറ് കഴിക്കാൻ വേണ്ടി പെട്ടെന്നൊരു കറി വെക്കണമല്ലോ. അതുകൊണ്ട് ഏതാണ്ട് ഈ സവാള കൊണ്ട് പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി സവാളയും 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് ഞാനൊന്ന് കാണിച്ചിട്ടില്ല. അറിയാനും കേട്ടോ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ്. നമുക്ക് കാണാം. ഇത് നമ്മളിനി ചെറുതായിട്ട് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി കഴുകി ഒന്ന് ചതച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യാം. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് ആ ചതച്ച വെളുത്തുള്ളിയും തൊലിയോടുകൂടി ചതച്ച കേട്ടോ അത് വിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടു. 4ആയിട്ട് കീറിയാണ് അരിഞ്ഞത്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവി കയറ്റി ഒന്ന് സോഫ്റ്റ് ആകാൻ അടച്ചു വെച്ചു. എന്നിട്ട് നമ്മളൊന്ന് ചിക്കി തോത്തിയിലേക്ക് മസാല വെള്ളമൊക്കെ തോർന്നായിരുന്നു കേട്ടോ. 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത്. ഇത് മാത്രം മതി. പിന്നെ നമുക്ക് ഗരം മസാലയൊക്കെ ചേർക്കാം. നമുക്കിത് മതി കേട്ടോ. പിന്നെ സോഫ്റ്റായിട്ടെല്ലാം മൂപ്പിച്ചേണ്ട നല്ല പോലെ മൂത്ത് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായി. ഇച്ചിരി കുരുമുളക് പൊടിയോ ഇച്ചിരി കായപ്പൊടിയോ ഒക്കെ ചേർക്കാം. അപ്പോൾ അത് റെഡിയായി. ഞാനത് സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ പിന്നെ മുട്ട പൊരിക്കുക മക്കളെ. മുട്ടയും തൈരും ഇതും കൂട്ടിയ ചോറ് കഴിച്ചാൽ മുട്ട ആ പാത്രത്തിൽ തന്നെ നമ്മൾ കഴുകിയില്ല. ചൂടോടെ നമ്മൾ ഫ്രൈ പാൻ കഴുകരുത്. ഇതിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ട് ഞാൻ ഈ മുട്ട വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി ഡയറക്റ്റ് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചാൽ മുട്ട പൊരിക്കുന്നത് കേട്ടോ. വേറെ പാത്രത്തിലൊക്കെ ഇട്ട് ബീറ്റ് ചെയ്തൊക്കെ എടുത്താൽ അത്രയും മുട്ട വേസ്റ്റ് ആവും. വിശിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തന്നെ സ്പ്രെഡ് ചെയ്യിച്ചിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ വിതറും കേട്ടോ. പൊടിയൊന്നും കിടക്കത്തില്ല, നൈസായിട്ടൊന്ന് വിതറത്തേ ഉള്ളൂ. അവരിതൊന്ന് അടച്ചു വെക്കും കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ ഇങ്ങനെ നല്ല ബീറ്റ് ചെയ്തൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ചട്ടുകം വെച്ചൊന്ന് തിരിച്ചിട്ട് അങ്ങനെ നമ്മൾ മുട്ട ഇവിടെ റെഡിയായി. അപ്പം മക്കളെ നമുക്കിത് കൂട്ടി ചോറ് കഴിക്കാം. ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും ചോറൊക്കെ കഴിച്ച് കാണും കേട്ടോ. അപ്പം സമയത്തിലായി. അപ്പോൾ ചോറ് കഴിക്കും. ഇവിടെ കുട്ടന്മാർക്കൊക്കെ രാവിലെ മീനുമൊക്കെ കൂട്ടി ചോറ് കൊടുത്തിട്ടാണ് പോയത്. ടിൻറ്റുമോൻ കഴിച്ചില്ല കേട്ടോ. അവൻ ഇന്നലെ ഫാസ്റ്റ് എന്തോ ചെയ്യാൻ അവൻ്റെ കാര്യം. അവൻ കഴിച്ചില്ല. അവൻ്റെയും കൂടെ ചെടി കഴിച്ച് രസം മോൾക്ക് മീൻ പറ്റിക്കാനിവിടെ വെച്ചിരിക്കുന്നു. പിന്നെ തണുപ്പിൽ മാറ്റാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ശരി മക്കളെ കഴിക്കട്ടെ. അപ്പോൾ മക്കളെ ഇതൊക്കെ കൂട്ടി കഴിക്കാനുള്ള ഒരാൾ കഴിക്കാം കേട്ടോ. ഞാൻ കഴിക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി തൈരും ഒരു മുളകും എടുത്തു കേട്ടോ. അത് കൂട്ടി ഞങ്ങൾക്ക് കഴിക്കാൻ നല്ലതാണ്. നമുക്ക് ഈ ഉള്ളി റോസ്റ്റ് നല്ല ടേസ്റ്റ് ആട്ടോ. കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല. പിന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ.